ഓക്കെ, ക്ലിയർ ഇപ്പൊ ആണ്, ക്ലിയർ ആണ്. യെസ് യെസ് ഓക്കെ. ഇപ്പോ ഈ ഒരു ലെവല് ഞാനിപ്പോ ഇട്ടിരിക്കുന്ന 2 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ടൈം ഫ്രെയിം ആണ്. ഒരു ക്ലോസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്യുന്നതാണ്. മാർക്കറ്റിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡ്, ഇപ്പോ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് എടുക്കണ്ട. മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് വരുന്നുണ്ട്, എന്നാൽ ഈ ഒരു സപ്പോർട്ട് കഴിയാണ്ട് നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 660 640 താഴെ അല്ലാണ്ട് നമുക്ക് അതിനെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ലെവൽസ്. മേളിലോട്ട് കയറാനാണെങ്കിൽ ഇതാണ് ഇതിന്റെ ലെവൽസ്. ഓക്കെ, 740 ഇല്ലെങ്കിൽ 760 എടുത്താലും കുഴപ്പമില്ല. 740 മേളിലേക്ക് അറ്റ്ലീസ്റ്റ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെയിം ഏകദേശം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഏരിയ, ഈ ഒരു ഇതിനൊരു ബോക്സ് ആയിട്ട് എടുക്കാം. ഞാൻ ബാക്കി ഡീറ്റെയിലൊക്കെ പിന്നീട് പോവാം. ഇപ്പോ ഈ ഒരു ഏരിയ ആണ് ഞാൻ അവിടെ എടുക്കുന്നത്. അതായത് ഈ ക്യാൻഡിലിന്റെ ലോ 383 താഴെയാണ് നമുക്ക് അതിനെ ഷോർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പർ സൈഡിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ആയിട്ട് വേണമെങ്കിലും ഇത് എടുക്കാം. പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, മാർക്കറ്റ് വീഴാനാണെങ്കിലും കയറാനാണെങ്കിലും. ഇനി ഇതിന്റെ പിന്നിലത്തെ സംഭവം പറഞ്ഞുതരാം. റിലയൻസ് അത്യാവശ്യം ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്നിട്ട് ഇപ്പോ എനിക്ക് പുറത്ത് കാണിച്ചു തരാൻ പറ്റും. ഇതിനെ നോക്കിയാൽ റിലയൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ റിലയൻസ് ഓൾമോസ്റ്റ് നല്ലൊരു റിക്കവർ ചെയ്തു ഇന്ന് ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ. വളരെ ഭീകരമായിട്ടുള്ള 2880 റിലയൻസിന്റെ ഏറ്റവും നല്ല ഒരു ലൈനാണ്. 880 എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സ്റ്റുഡൻസിൽ എല്ലാവർക്കും അറിയാം ഞാൻ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ളത്. സോ 880 നിന്ന് ഇത് ബൗൺസ് ചെയ്തു. ഇന്ന് 890 വരെ പോയിട്ട് അത് തിരിച്ച് ബൗൺസ് ചെയ്തു. HDFC ബാങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് 1696 താഴെ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ബാങ്ക് നിഫ്റ്റി വിഴുന്നേക്കാം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഒരു പി സൈഡ് ഞാൻ ഇവിടെ നോക്കി വെക്കുന്നുണ്ട്. പക്ഷെ ട്രേഡ് ഒന്നും ട്രിഗർ ആയിട്ടില്ല. ഒരു 210 മേളിലാണെങ്കിൽ വേണ്ട, 210 മേളിലാണെങ്കിൽ ഇത് ചിലപ്പോൾ ട്രിഗർ ചെയ്തേക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം HDFC ബാങ്കിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം ഈ പി എങ്ങാനും ട്രിഗർ ആവുമോ എന്നുള്ളത്. വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു 208 മേളിലെങ്കിലും 212 മേളിലെങ്കിലും ഈ ഒരു ട്രേഡ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോഴേക്കും ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ഇതിന് ട്രാക്ക് ചെയ്തോട്ടെ. ഓക്കെ, ഈ പറഞ്ഞ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വീഴുന്നിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 52,500 പി നോക്കൂ. ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അത് എടുക്കാം, പക്ഷെ ഇവിടെ എടുക്കണ്ട. 580 താഴെ എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. ആക്ച്വലി 600 ബിലോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന 15 മിനിറ്റ് ടൈം ഫ്രെയിം 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ക്ലോസിംഗ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് ട്രേഡ് എടുക്കാം. ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത് ഇത് ഫർദർ ഫോളിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഐ തിങ്ക് 400 വരെ വരും. 400 അത് കഴിഞ്ഞ് 200 റേഞ്ച് അല്ലെങ്കിൽ 100 റേഞ്ചിലേക്ക് ഇത് വിഴുന്നേക്കും എന്നുള്ളതാണ് അതിന്റെ ലെവൽ താഴോട്ട് വന്നാൽ. പക്ഷെ റിലയൻസ് എക്സ്ട്രീംലി ബുള്ളിഷ് ആണ്. അവന് ഒരു പ്രശ്നമില്ലാണ്ട് അവൻ കയറി പോവാണ്. സോ അതുകൊണ്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. കാണുന്നുണ്ട് ഇൻട്രാഡേയിൽ ട്രേഡ് ആക്ച്വലി പറയാൻ പറ്റിയില്ല, അത് കയറി പോയി. ഓൾമോസ്റ്റ് ഇതിന്റെ മേളിൽ 2908 ആണ് അതിന്റെ ലൈൻ എന്ന് പറയുന്നത്. ലൈനിന്റെ മേളിൽ അത് കയറി പോയിട്ടുണ്ട്. അതിന്റെ ടാർഗറ്റും ആക്ച്വലി ഹിറ്റ് ചെയ്തു. 2930 ആണ് അതിന്റെ ടാർഗറ്റ്. ഓൾമോസ്റ്റ് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് ഹിറ്റ് ചെയ്തോളും, കുഴപ്പമില്ല, അത് അങ്ങ് കയറി പോകട്ടെ. സോ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ലൊരു ട്രേഡ് കിട്ടാൻ വേണ്ടി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും കാണിക്കുന്നില്ല. റിലയൻസ് കാരണം മാർക്കറ്റ് കയറുവാണ്, ഇല്ലെങ്കിൽ മാർക്കറ്റ് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യപ്പെടുകയാണ്. അല്ലാണ്ട് വേറെ ഒന്നും അതിന്റെ അകത്ത് ഇതുവരെ ഫീൽ ചെയ്യില്ല. ഓക്കെ, അപ്പോ അവർ തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് പോവാം. എക്സ്പയറിംഗ് കൂടാണ്, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ്. ഒരു 160 റേഞ്ചിൽ വന്നപ്പോൾ ഞാൻ അത് എടുത്തു വെച്ചിരുന്നതാണ്. പക്ഷെ അത് തിരിച്ച് വീണ്ടും ബൈയിങ് പ്രൈസിലേക്ക് വരുന്ന കാരണം ഒരു ഡൗട്ട് അടിച്ചിട്ട് അതിനെ വിടുന്നതാണ്. വരട്ടെ, അത് എന്റെ ബൈയിങ് പ്രൈസിൽ വന്നിട്ട് ഞാൻ അത് എടുക്കുന്നു. ഒരു ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിരിക്കുമ്പോൾ റിലയൻസ് അതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പൊ പിന്നെ ഒന്നും അതിന്റെ അകത്ത് ചെയ്യാനില്ല, മിണ്ടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ റിലയൻസ് ഒറ്റ ഒരാളാണ് ഇതിനെ ഡ്രാഗ് ചെയ്യുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ റിലയൻസ് വീക്ക് ആവുകയാണെങ്കിലോ ഇല്ലെങ്കിൽ നിഫ്റ്റി താഴേക്ക് ഇറങ്ങുന്നതായിട്ട് ഈ ഒരു നല്ലൊരു ക്യാൻഡലിന്റെ പകരം ഇതൊരു ഡോജി ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചോ.
ഇതിന്റെ ബോഡി ഇറങ്ങി താഴേക്ക് വന്ന് 29,695 696 ഒരു ഡോജിയിലേക്ക് ഇത് തിരിച്ചിറങ്ങി ഇത് റെഡിലേക്ക്, അതായത് ഇതിന്റെ ട്രെൻഡ് ഗ്രീനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ട്രെൻഡ് മാറി റെഡിലേക്ക് പോകും എന്ന് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിനെ ഷോർട്ട് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഷോർട്ട് ചെയ്യാം. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വേറെ എന്താണ്? അപ്പോ ഫസ്റ്റിലത്തെ അനാലിസിസ് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു PE സൈഡ് കിട്ടാൻ സാധ്യത കാണിക്കുന്നുണ്ട്. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് കിട്ടുമ്പോൾ അത് കൺഫേം ആയി എന്ന് പറയാം. ഗ്രൂപ്പിനകത്ത് ഞാനത് പറയാം. ഇവിടെ അതിന്റെ പ്രൈസ് ഹൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രാഡേ ഞാൻ ലൈവ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി പൊസിഷൻ എടുക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഞാൻ അങ്ങനെ ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് SLE കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. അത് കാരണം പലപ്പോഴും ഞാൻ ലോസിൽ പോയി ക്ലോസ് ചെയ്യാറുണ്ട്. ഐഡിയ കറക്റ്റ് ആയിരിക്കും, കൂടെ ഉള്ളവരും ട്രേഡ് എടുത്ത് പ്രോഫിറ്റിലായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പേഴ്സണലി അതിനകത്ത് ഹെഡ്ജ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. ഒരു SLE കീപ്പ് ചെയ്യാൻ പോലും ഈ ഒരു ടോക്കിന്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് പോയി ഒരു ടൈപ്പ് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമില്ല. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു പൊസിഷനിൽ നോക്കുന്നില്ല. നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കി വെച്ചു. ഓൾമോസ്റ്റ് 160യിൽ നിന്ന് ബൗൺസ് ചെയ്ത സാധനമാണ്. ഒരു 168 എബോ അതിനകത്ത് ട്രേഡ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത് ഒരു 208ന് മുകളിൽ അവിടെ ഒരു ട്രേഡ് ഉണ്ട്. നോക്കിയിട്ട് ട്രേഡ് ചെയ്തിരുന്നാൽ മതി. അപ്പോഴേക്കും ഈ ഒരു ബുള്ളിഷ്നെസ് അങ്ങ് മാറി കിട്ടും. 2920 താഴെ റിലയൻസ് ഇറങ്ങും. സോ എല്ലാം കൊണ്ടും ഇവിടെ 600ന് താഴെയാണ് നമ്മുടെ ട്രേഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ടാർഗറ്റ്. ഓൾമോസ്റ്റ് ഇതിന്റെ ലോ ഇതിന്റെ ടാർഗറ്റ് ആയിട്ട് എടുക്കാം. രണ്ടാമത് യഥാർത്ഥ ട്രേഡ് എന്ന് പറയുന്നത് ഒരു 480ക്ക് താഴെ 460ക്ക് താഴെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 400ൽ ചെറിയൊരു സപ്പോർട്ട് കാണും. അത് ആയിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് അത് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു റിസ്ക് എടുത്തെടുക്കാം. ഞാൻ സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഗ്രൂപ്പിനകത്ത് കൊടുക്കാറുള്ളൂ. ഇത് ചിലപ്പോൾ ബൗൺസ് ചെയ്തേക്കാം, ഈ ഒരു സ്ഥലത്ത് നിന്ന് ബൗൺസ് ചെയ്തേക്കാം. നിഫ്റ്റി വീക്ക് ആകുന്നില്ല എന്നുള്ളതൊക്കെയാണ് എന്റെ പേഴ്സണൽ കൺസേൺ. നിഫ്റ്റിയും കൂടെ വീക്ക് ആവണം. നിഫ്റ്റി ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വരണം. അതായത് ഇത് റെഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി വീഴുന്നുണ്ട്, പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. റിലയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയെ റിലയൻസ് പിടിച്ചെടുത്തുന്നുണ്ട്, പക്ഷെ ബാങ്ക് നിഫ്റ്റിയെ HDFC ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കൺക്ലൂഷൻ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ വേണമെങ്കിൽ ചെറിയ റിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ ആഡ് ചെയ്യാം. പക്ഷെ ഫുൾ പൊസിഷൻ ആഡ് ചെയ്യണമെങ്കിൽ 208ന് മേളിൽ പോകണം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരു ലോട്ടിലൊക്കെ അല്ലെങ്കിൽ 2 ലോട്ടിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ സൂക്ഷിച്ച് വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. കൃത്യമായിട്ട് ഒരു 160ക്ക് താഴെ SLE കീപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമേ അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. വരുന്ന കണ്ടോ, പെട്ടെന്ന് അത് താഴോട്ട് വരുന്നുണ്ട്, മേളിലോട്ട് പോകുന്നുണ്ട്. സോ സൂക്ഷിച്ച് നോക്കിയിട്ട് എടുക്കുക. ഈ ഒരു ക്യാൻഡിൽ നെഗറ്റീവ് ആയിക്കോട്ടെ, ഈ ഒരു ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഒരു 520ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിനെ ഷോർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ വേണമെങ്കിൽ ഇപ്പോഴും എടുക്കാം. പെട്ടെന്ന് ഒരു സ്കാൽപ്പിംഗ് വേണമെങ്കിൽ എടുത്ത് എക്സിറ്റ് ചെയ്ത് ഇറങ്ങി പോകാന്നുള്ളതാണ്. ഞാൻ എന്റെ F&O തൽക്കാലം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം. സീറോദയിൽ അത്യാവശ്യം നല്ല ചാർജസ് പിടിക്കുന്നുണ്ട്. സോ എന്റെ കഴിഞ്ഞ ഒരു 1 മന്തിന്റെ സീറോദയുടെ ഇതെടുത്ത് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞാൻ കൊടുക്കേണ്ടി വന്നു. സോ അതുകൊണ്ട് അതിനെ ക്ലോസ് ചെയ്തു. കൊഡാക് സെക്യൂരിറ്റീസിൽ ഇന്നൊരു എറർ നടക്കുന്നുണ്ട്. സോ അവരെ പുതിയ കൊഡാക് നിയോയിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു നിയോ അപ്ഡേഷൻ കാരണം എനിക്ക് അവിടെ ഓർഡർ കറക്റ്റ് ആയിട്ട് ട്രിഗർ ആകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ അതിനുള്ള ക്യാപിറ്റൽ ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എക്സ്പയറി ഡേയിൽ എങ്ങാനും എനിക്ക് പണി കിട്ടിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് പേഴ്സണലി ട്രേഡ് എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഫയർസിനകത്ത് ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുമില്ല, ലൈവിന്റെ ഇടയിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റീസിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. SL വെക്കേണ്ടി വരും, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊരു SL കീപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടി വരും. 50 to 600 ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ട്രേഡ് ചെയ്യേണ്ടി വരും. മോസ്റ്റ്ലി ഇത് താഴേക്ക് വീഴാനുള്ള പ്രോബബിലിറ്റി നിങ്ങൾക്ക് ടാർഗറ്റ് 220 റേഞ്ചിൽ ടാർഗറ്റ് വെക്കാം. 240 to 260 റേഞ്ചസിലേക്ക് 300 പ്ലസ് വേണമെങ്കിലും ചിലപ്പോൾ പോയേക്കാം. മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ മാറി നെഗറ്റീവിലേക്ക് പോയാൽ 52,000ലേക്ക് ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ 300ലേക്ക് പോയേക്കാം. നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഈ ഒരു 400 or 200 റേഞ്ചിനുള്ളിൽ മാക്സിമം സൈഡ് വേസ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി ട്രേഡ് ചെയ്താൽ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ചിലപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ നോക്കാം. ഇല്ല, എനിക്ക് കൊഡാക് സെക്യൂരിറ്റീസ് ഭയങ്കര സ്ലോ ആണ്. അതങ്ങനെയാണ് ഇന്നത്തെ ദിവസം. വലിയ പാടാണ് കൊഡാക് സെക്യൂരിറ്റീസ്. കാരണം 30-ാം തീയതി വരെ കൊഡാക് സെക്യൂരിറ്റീസ് എന്നുള്ള ആപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. കൊഡാക് നിയോയിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാണ്ടഡ് ആയിട്ട് ഈ ആപ്പിനെ കില്ല് ചെയ്യാണ്. അതുകൊണ്ട്
ഞാനും അതിൻ്റെ അകത്ത് ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ആ പറഞ്ഞ 164, 168 ഇല്ലെങ്കിൽ 173യിൽ നിന്ന് ഓൾമോസ്റ്റ് 208 ആയിട്ടുണ്ട്, 216 ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ ചെറിയൊരു സ്കാൽപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. സ്ക്വയർ ഓഫ് ഞാൻ ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് കയറി ഒരു 204 എൻട്രി എടുത്തു. 234 എത്തിയപ്പോൾ ഞാൻ പോയി ഒരു 30 പോയിന്റിന് ഞാൻ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കൊടാക് സെക്യൂരിറ്റീസ് ആണ്, എനിക്ക് അതിനകത്ത് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവനും ദേ കാണുന്നുണ്ട് ഡോജിയിലേക്ക് കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഹോൾഡ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതേ പോകുന്നുണ്ട്. 240 ഇത് ആക്ച്വലി ഇത് ഇപ്പോ അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലും പോവും. എന്റെ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 260 ചിലപ്പോൾ കിട്ടിയേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചതൊരു എന്റെ ബൈങ് പ്രൈസിൽ എത്തിയാൽ ഞാൻ എന്റെ ബാക്കി ക്വാണ്ടിറ്റി 50% ക്വാണ്ടിറ്റി ഞാൻ അവിടെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇട്ട് പോകും എന്നുള്ളതേ ഉള്ളൂ. ഓൾറെഡി 240 റേഞ്ചിൽ 234 ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച്. നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഇവിടെ വരുവാണെങ്കിൽ ലിഫ്റ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം. ഈ ഒരു ക്യാൻഡിൽ, ഈ റീസെന്റ് ക്യാൻഡലിന്റെ ഡോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെ. ഞാൻ എന്റെ അടുത്ത ക്വാണ്ടിറ്റി ഒഴിവാക്കുവാണ്. ഓക്കെ, 293 കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെയോ അതിനെ എക്സിറ്റ് ചെയ്തു. മാർക്കറ്റ് പ്രൈസിലാണോ എക്സിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നോക്കാം, ഒരു മിനിറ്റ്. പിന്നെ എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇനിയും വിടുന്നേക്കാം. നിഫ്റ്റി ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് 380 റേഞ്ചിൽ. എനിക്കിവിടെ എന്റെ ആപ്പ് ഭയങ്കരമായിട്ട് ഹാങ് ചെയ്ത് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും പൊസിഷൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത പൊസിഷൻ എന്താണെന്നുള്ളത് എനിക്ക് അതിനെ റിഫ്രഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിലി എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും ഹോൾഡ് ചെയ്യാം. ട്രയൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഹോൾഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓൾമോസ്റ്റ് 277 പോവും. 300 നമ്മൾ പറഞ്ഞ് 300 ഹിറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പത്തെ യെസ്, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 300 ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു പ്രീമിയത്തിന്റെ നോക്കിയാല് ഓൾമോസ്റ്റ് കാണുന്നുണ്ടോ? ഇതിന്റെ ഹൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഹൈ 298 രൂപയാണ്. നമ്മൾ 300ആണ് ടാർഗറ്റ് പറഞ്ഞത്, മാക്സിമം ടാർഗറ്റ്. അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എക്സിറ്റ് ചെയ്ത് പോവാം എന്നുള്ളതേ അതിനകത്തുള്ളൂ. പേഴ്സണലി നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല ട്രേഡ് കിട്ടുമ്പോൾ ട്രേഡ് എടുക്കുക, എക്സിറ്റ് ചെയ്ത് മാറി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്യുന്ന ജീവിതത്തിൽ പഠിച്ച് പഠിച്ച് ഫ്രണ്ടിലോട്ട് കയറി വരിക എന്നുള്ളത് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. പൊസിഷൻ നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഇട്ടുന്ന സ്ക്രീൻ കാണുന്നില്ല. ഒരു ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോലെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പോവാം. ഓക്കെ, എന്റേത് പോയിട്ടുണ്ട്. 280 റേഞ്ചിൽ എന്റേത് എക്സിറ്റ് ആയി പോയി. അത് കുഴപ്പമില്ല. എനിക്ക് മെസ്സേജ് ഒക്കെ ഇപ്പൊ വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ പോയി നോക്കിട്ടാട്ടെ. ആപ്പ് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്.
ഓക്കെ. മഞ്ജുര് 44 പോയിന്റ്സ് കിട്ടിയല്ലേ, സന്തോഷം. കാരണം നമ്മളിവിടെ വരുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് കാശ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സംഭവം, നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത് ഒരു ഗ്രീഡി ആയിട്ട് പറയുന്നതല്ല, നമ്മുടെ നെസസിറ്റിയാണ്. കാശുണ്ടാക്കുക, ഫ്രണ്ടിൽ വന്ന് ഇരിക്കുന്ന ഇതിനുള്ള ഒരു കൂലി. ഞാൻ അതിനകത്ത് വെറും കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുള്ളൂ. പലയിടത്തായിട്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് ഒരു ട്രേഡിൽ കയറിയാൽ എന്താണോ മാന്യമായിട്ട് കിട്ടേണ്ടത് അതവിടെ കിട്ടിക്കഴിഞ്ഞു. 300 എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ടാർഗറ്റ് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും എന്റെ പൊസിഷൻ ഒരു സ്കാൽപ്പറിന്റെ മൈൻഡ് സെറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. എസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ടാർഗറ്റ് കറക്റ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു ട്രേഡിൽ വരുമ്പോൾ, ലൈവിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എനിക്കിന്ന് കൊടാക് സെക്യൂരിറ്റീസിന്റെ ആപ്പ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഡീസെന്റ് പ്രോഫിറ്റ് ഫസ്റ്റ് ട്രേഡിനകത്ത് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 44 ഞാൻ എത്ര പോയിന്റ് എടുത്തിരിക്കും? 280 ഞാൻ എന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്തിരിക്കുക. 204 എന്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 60-70 പോയിന്റ് എനിക്ക്, അല്ല 280 ആകുമ്പോൾ 276 പോയിന്റ്സിന്റെ ഒരു 76 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആവറേജ് നോക്കിയാൽ 76 വരത്തില്ല, കാരണം ഞാൻ 234 ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. സോ റിസ്ക് എടുക്കാൻ വയ്യ, എക്സ്പയറി ആയതുകൊണ്ട്. അതിന്റെ ആ പ്രീമിയത്തിന്റെ പോക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മുടെ ട്രേഡ് ഇത്ര അനങ്ങിയിട്ടുള്ളൂ, ക്യാൻഡിൽ കുറച്ച് അനങ്ങിയിട്ടുള്ളൂ, 100 പോയിന്റിന് താഴെ. പക്ഷെ ആ പ്രീമിയം പോകുന്ന മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 212 താഴോട്ട് വീഴും. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ എക്സ്പയറിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് ചിലപ്പോൾ 500 പോയേക്കാം. പക്ഷെ ആ ഗ്രീഡിനെസ് വച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ വന്ന് തിരിച്ച് SL അടിക്കും. ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഇത് തിരിച്ചു വന്ന 210 വരെയാണ്. നിങ്ങൾ ചിലപ്പോൾ 230 എൻട്രി എടുത്തിരിക്കുക, 210 നിങ്ങളുടെ SL. ഒരു കാര്യമില്ലാണ്ട് വന്ന് ഇത് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഇത് തിരിച്ച് 400-440 കയറി പോകും. എനിക്കും അറിയാം 300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീഴാൻ പോകുന്ന ഓൾമോസ്റ്റ് 50-200 റേഞ്ച്, 240 റേഞ്ചിലേക്കാണ്. 240 റേഞ്ചിലേക്കാണ് അടുത്ത് വീഴാൻ പോകുന്നത്. 240 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത്. അത് പോകുന്ന ഒരു സ്ഥലത്ത് ഈ സംഭവം എന്ന് പറയുന്നത് 400 അടുത്ത് ഹെഡ് ചെയ്യുന്നത് അല്ലെ. പക്ഷേ ഞാൻ 400 പകരം ഞാൻ 300 റേഞ്ചിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ, എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു DK വരും. ഇൻ കേസ് ഒരു സൈക്കോളജിക്കലി ചെറിയൊരു മാറ്റം വന്നാൽ പോലും നമ്മൾ ബാഡായിട്ട് അഫക്ട് ചെയ്യും. സോ ഒരിക്കലും എക്സ്പയറി ഡേയിൽ അങ്ങനെ ഒരു ട്രേഡിന് വേണ്ടിയിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പയറി ഡേ എന്ന് പറയുന്നത് ലാഭം എടുക്കുക, പുറത്ത് വരിക. അത് എത്ര എന്നുള്ളത് വെളിയിലിരുന്ന് ചിന്തിച്ചോ, അതിന്റെ അകത്തിരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത്. ഞാൻ ഈ പറയുന്നത് കുറച്ചു പേർക്കെങ്കിലും ഹിറ്റ് ആവുന്നുണ്ടാവും, ബിഗിനേഴ്സിന് ഹിറ്റ് ആവത്തില്ല. ഞാൻ ഈ പറയുന്നത് എക്സ്പയറി ഡേയിൽ നമ്മുടെ ലാഭം നമ്മൾ കണ്ണിന്റെ ഫ്രണ്ടിൽ എന്ത് കാണുന്നു അതിനെ ആദ്യം ബുക്ക് ചെയ്യാൻ പഠിക്കുക. അല്ലാണ്ട് അവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇനി ഒരു 10 പോയിന്റോടെ കയറിപ്പോ കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഒരു 3000 രൂപ എനിക്ക് ഹിറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷ നിന്ന് കഴിഞ്ഞാൽ ഈ 10 പോയിന്റിന് ചിലപ്പോൾ കയറാനുള്ള ആരോഗ്യം അവിടെ കാണത്തില്ല ആ പ്രീമിയത്തിന്. അപ്പോ നമ്മൾ 2800 നിന്ന് തിരിച്ച് അവസാനം വന്ന് അത് 0 വന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. സോ എക്സ്പയറിയിൽ ഒരിക്കലും നമ്മുടെ P&L കാൽക്കുലേറ്റ് ചെയ്യരുത്. നമ്മുടെ എൻട്രിക്ക് മേളിൽ ഒരു 30-40 പോയിന്റ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ബെസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളായിട്ട് വീക്ക് ആക്കുന്നതാണ്. നമ്മുടെ ട്രേഡിനെ നമ്മൾ അപ്രീസിയേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും അവിടെ ചെയ്യാനില്ല. സോ നമ്മൾ എടുത്തു ഒരു ട്രേഡ് എക്സ്പയറി ഡേയിൽ ഞാൻ 40 പോയിന്റ് എടുത്തു എന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. അല്ലാണ്ട് ഈ പറയുന്ന ഇന്ത്യക്കാരാണ് അതിൽ ഏറ്റവും കൂടുതൽ. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 200 പോയിന്റ് 300 പോയിന്റ് എടുക്കുന്ന ഒരാൾ മാത്രമേ വിന്നർ എന്നുള്ളതില്ല. എല്ലാ പേരും വിന്നറാണ് ലാഭം എടുത്ത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. എത്ര ലാഭം എന്നുള്ളത് വേറൊരാളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. മനസ്സിലാകുന്നുണ്ട്? നമ്മൾ എപ്പോഴും വീക്ക് ആകുന്നത് പറഞ്ഞാൽ അയാൾക്ക് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് കിട്ടിയില്ല, എനിക്ക് എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടിയില്ല. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ കാണുന്നത് ആ ഒരു ട്രേഡറിന്റെ ബുക്കില്ല, ആ ഒരു ട്രേഡറിനെ ഒരു ബുക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ 20ാമത്തെ പേജിനെ നിങ്ങളുടെ ജീവിതത്തിലെ 2ാമത്തെ പേജുമായിട്ട് കമ്പയർ ചെയ്യുന്ന. നിങ്ങൾ വളർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ അയാൾ എടുത്ത പ്രോഫിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, വിട്ടേക്കുക. അയാളെ കോപ്പി ചെയ്യാൻ പോകരുത്. അയാളുടെ മെത്തേഡ് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം, പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് അയാളെ കോപ്പി ചെയ്യാൻ പോകരുത്. കാരണം അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള മണി മാനേജ്മെന്റ് കാണും. അയാളുടെ സൈക്കോളജി, അയാൾ 5, 8, 10 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നതിന്റെ സൈക്കോളജി കാണും. അയാളുടെ കയ്യിൽ ബാക്കപ്പ് ക്യാപിറ്റൽ കാണും. ഈ 3 കാര്യവും നമുക്കുണ്ടോ എന്ന് ചോദിക്കുക. ഒന്ന് എക്സ്പീരിയൻസ്, രണ്ടാമത്തത് ആ ഒരു സൈക്കോളജി, ആ ഒരു മണി മാനേജ്മെന്റ്, ആ ക്യാപിറ്റല്.
അതായത് 100 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 200 രൂപയുടെ ബാക്കപ്പ് ക്യാപിറ്റൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലോസ് ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ലോസ് ഉണ്ടാക്കാനുള്ള സ്പേസ്. അയാൾ ലോസ് ഉണ്ടാക്കിയാലും അയാൾക്ക് ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ക്യാപിറ്റൽ ബാക്കപ്പ് ഉണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ ഇതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് 3-4 ലോട്ട് എക്സ്പയറിൽ വന്നിട്ട് ട്രേഡ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. കാരണം അവിടെ എനിക്ക് 100 ലോട്ട് എടുക്കാനുള്ള ക്യാപിറ്റൽ എന്റെ ബാക്കിൽ കാണും. പേഴ്സണലി ഞാൻ എന്റെ ഡേറ്റ തന്നെ പറയുന്നതാണ്. എന്റെ ബാക്കിൽ എന്തായാലും എനിക്ക് ഞാൻ 5 ലോട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 50 ലോട്ടിന് മേളിൽ ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ, 50 അല്ല 100 ലോട്ട് ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ എന്റെ മണി മാനേജ്മെന്റ് ചെയ്തിരിക്കുന്ന എനിക്ക് 5 ലോട്ട് ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളത് എന്റെ മാത്രം തീരുമാനമാണ്. ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് എന്റെ തീരുമാനം മാറ്റാൻ തയ്യാറല്ല. ഇതുപോലെ എത്ര പേര് സ്വന്തമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും? അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രൊഫഷണലി ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ഏതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ട്രേഡറിനെ കണ്ടാലും ആ യൂട്യൂബിൽ കാണുന്ന ട്രേഡർ 1 കോടി രൂപയാണ് അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ബാക്കപ്പ് ക്യാപിറ്റൽ 5 കോടി രൂപയോ 10 കോടി രൂപയോ കാണും. കാരണം അയാൾക്കറിയാം ഒരു ദിവസം അയാൾ ഈ വലിയൊരു ക്യാപിറ്റൽ 0 ആക്കും എന്നുള്ളത്. ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജീവിതത്തിൽ അറിയാണ്ടൊരു ദിവസം ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് വരുന്ന ഒരു ദിവസം അയാൾ ഒരു സി എടുത്ത് വെച്ചിരിക്കുന്നു. ആ ഒറ്റ ദിവസം കൊണ്ട് 20% മാർക്കറ്റ് വേണമെന്നില്ല. ആ സ്റ്റോക്കിലോ ഇല്ലെങ്കിൽ ആ പ്രീമിയം ഒരു 100% ഡൗൺ ആയി പോയാൽ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പയറിയിൽ മാത്രമേ 100% ഡൗൺ ആവണമെന്നില്ല. എക്സ്പയറിയുടെ തലേ ദിവസം അത് ഒരു 70% ഡൗൺ ആയാൽ അയാളുടെ ക്യാപിറ്റലിന്റെ 70% വൈപ്പോട്ട് ആയല്ലേ. സോ അയാൾ ഇത് പ്ലാൻഡ് ആണ്. പക്ഷെ സാധാരണ ഒരു ബിഗിനർ ഇത് പ്ലാൻഡ് അല്ല. സോ ലൈഫിൽ പ്ലാൻ ചെയ്യുക. മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോഴും പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന് ടെക്നിക്കൽ ഓർ ഫണ്ടമെന്റൽ അനാലിസിസ്, രണ്ടാമത്തെ മണി മാനേജ്മെന്റ്, മൂന്നാമത്തെ സൈക്കോളജി. സോ 3 പില്ലർ പറയുമ്പോൾ എന്തിന് മണി മാനേജ്മെന്റ് ഇത്രയും എംഫസൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി മാനേജ്മെന്റ് ഇല്ലാണ്ട് ഫുൾ ക്യാപിറ്റൽ ഇടുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അയാൾ ഒരു ട്രേഡർ അല്ല. കയ്യിൽ ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു വ്യക്തി ട്രേഡർ ആകുന്നത് എങ്ങനെ? അയാൾ പിന്നെ വെറുതെ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരു സാധാരണ വ്യൂവർ മാത്രമാണ്. സോ നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കണോ പുറത്തു പോകണോ എന്നുള്ളത് ഒരൊറ്റ തീരുമാനത്തിൽ തീരുമാനം. എത്ര പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. എക്സ്പയറിയിലൊക്കെ വരുമ്പോൾ വളരെ കുഞ്ഞു ക്യാപിറ്റൽ മതി വളരെ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ എന്തിനാണ് ഇത്രയും വലിയൊരു ക്യാപിറ്റൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ട്രേഡ് ചെയ്ത് റിസ്ക് എടുക്കാൻ പോകുന്നത്? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നോക്കൂ, അടുത്തൊരു PE ട്രേഡ് ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. എടുക്കണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. ഇത് വരുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് ക്യാൻഡിൽ ആയിട്ട് വരുവാണെങ്കിൽ ഈ ബോക്സിന്റെ താഴെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ചെയ്തോട്ടെ. 480 ഞാനൊന്ന് വൈഡ് ചെയ്യാണ്. 480 360 എന്നുള്ളത് തിരിച്ച് വീണ്ടും 480 താഴെ. ഇത് ഓൾമോസ്റ്റ് ട്രിഗർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു 244 ഞാൻ എടുക്കുന്നില്ല. പേഴ്സണലി ഞാൻ എടുക്കുന്നില്ല. പ്രീമിയത്തിന് ഇതൊന്നും വരയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് ഞാനൊരു സ്കാൽപ്പിംഗ് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുക്കുന്നതാണ്. ഞാൻ എടുക്കുന്നില്ല, പേഴ്സണലി ട്രേഡ് എടുക്കുന്നില്ല. എക്സ്പയർ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ഈ ഒരു പൊസിഷൻ നമുക്ക് 244 അബോ. നിങ്ങളുടെ ഈ ലൈവ് കാണുന്ന ഒരു വ്യക്തിയും ഈ ഒരു ട്രേഡ് എടുക്കരുത്. ഓക്കെ, ഇത് ട്രിഗർ ചെയ്തിട്ടുണ്ട്. എന്റെ ട്രേഡ് ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് വലിയ ടാർഗറ്റ് ആയിരിക്കാം. ക്ലോസിംഗ് കിട്ടിയിട്ടില്ല നമുക്ക്. ജസ്റ്റ് ഇതിനെ ഞാനൊന്ന് 5 മിനിറ്റിലോട്ട് ഒന്ന് മാറ്റട്ടെ. ഒരു മിനിറ്റ് വെയിറ്റ്. ഇതിന്റെ മേളിൽ ക്ലോസ് ചെയ്യണം. ഈ പ്രൈസിന്റെ മേളിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 40 പോയിന്റ് നമ്മൾ SL വെക്കേണ്ട ഒരു വലിയൊരു ടാർഗറ്റ് കിട്ടണമെങ്കിൽ, അതായത് ഈ ഒരു ഫോള് ക്യാച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡ് ഉണ്ട്. റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ട്രേഡ് ചെറിയൊരു റിസ്ക് ഫാക്ടർ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ലേണിങ്ങിന് വേണ്ടി വെച്ചോ. എക്സ്പയറിക്ക് ഇങ്ങനൊരു ട്രേഡ് ചിലപ്പോൾ ട്രിഗർ ചെയ്തേക്കാം. നിങ്ങൾ പേഴ്സണലി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഒരു 260 മേളിൽ വരുവാണെങ്കിലൊക്കെ ഒരു ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഒരു ഹെഡ്ജ് ചെയ്യണമെന്നൊന്നുമില്ല. SL കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുക. ഒരു ഇന്നത്തെ ദിവസം വൈഡ് SL വെക്കേണ്ടി വരും. 230 താഴെ SL കീപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ 250-60 റേഞ്ചിൽ വരുമ്പോൾ 30 പോയിന്റിന് മേളിൽ SL കീപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ട്രേഡിനെ എടുക്കാം. ഇതൊരു നെഗറ്റീവ് ക്യാൻഡിൽ ആയിരിക്കണം. ഇപ്പൊ ഒരു ലോങ് ലെഗ്ഡ് ഡോജിയാണ്. ഡോജി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബോഡി ഉണ്ട്. കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പോവാം. ഇപ്പൊ തന്നെ ആക്ച്വലി അതിൻ്റെ അകത്ത് പോവാം. പക്ഷെ എക്സ്പയറി ആയതുകൊണ്ട് അതിനകത്ത് കയറുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു റീസൺ ഉണ്ട്. ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം. ഓക്കെ,
അപ്പോ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഒരു 400 ബിലോ 440 ബിലോ ഒക്കെ അത്യാവശ്യം ഈ ഒരു ട്രേഡിന് നിങ്ങൾക്ക് ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ ട്രേഡ് ചെയ്ത് നോക്കാം. 400ൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ശ്രമിച്ച് നോക്ക്. ആദ്യത്തെ ട്രേഡിൽ ലാഭം കിട്ടിയ ഒരാളാണെങ്കിൽ റിസ്ക് എടുക്കണ്ട, അത്രയും റിസ്ക് എടുക്കണ്ട. ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഈ പൊസിഷന്റെ പ്രൈസ് ഓൾമോസ്റ്റ് 248 ആണ്. ടാർഗറ്റ് ഓൾമോസ്റ്റ് 296 ഫസ്റ്റ് ടാർഗറ്റ്. ഈ കാണുന്ന നമ്പർ തന്നെ 296 ഫസ്റ്റ് ടാർഗറ്റ്, 336 സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, ബാക്കി എനിക്കറിയില്ല മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ആളല്ല. പോകുന്ന മൂവ്മെന്റ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്ന് സേഫ് ചെയ്യാം. ഇതിന് താഴെ ഇറങ്ങിയിട്ട് ഈ ട്രേഡ് എടുത്താൽ മതി. എവിടെയാണ് 42,420 താഴെ വന്നിട്ട് വേണമെങ്കിൽ ട്രേഡ് എടുത്താൽ മതി. ഒരു കുറച്ചുകൂടെ ഒരു സമയം വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡാർക്ക് ക്ലൗഡ് കവർ അല്ല. കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഡാർക്ക് ക്ലൗഡ് കവർ ആയി അതിനകത്ത് കംപ്ലീറ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. എന്നാലും ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു റെസിസ്റ്റൻസ് വന്നാലേ ഉള്ളൂ. അപ്പൊ നോക്കിയിട്ട് എടുക്കുക സേഫ് ആയിട്ട്. ഈ ഒരു ട്രേഡ് വിട്ടാലും കുഴപ്പമില്ല. ഇതിവിടെ തിരിച്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് വന്ന് 42,400 റീടെസ്റ്റ് ചെയ്യും. അതായത് ഇതിന്റെ ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, ഇതിപ്പോ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതല്ല ഇതിന്റെ ചാർട്ട്. എനിക്കിനി ബാക്കിലോട്ട് പോയി ചാർട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് എടുത്തോ. ഞാൻ കർവ് ഒന്നും ചെയ്യുന്നില്ല. തിരിച്ച് ഈ ഒരു ഏരിയക്ക് താഴെ ക്ലോസ് ചെയ്യാം. ചിലപ്പോ ഇങ്ങനെ താഴേക്ക് മാർക്കറ്റ് വീഴുന്നേക്കാം. സോ ഇതായിരിക്കണം നമ്മുടെ ട്രേഡിന്റെ ക്വാളിറ്റി. നോക്കി ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നോക്കിയിട്ടൊക്കെ ട്രേഡ് ചെയ്യുക. ഈ ക്യാൻഡിൽ കുറച്ചുകൂടെ വളർന്നോട്ടെ, എന്നിട്ട് ട്രേഡ് ചെയ്യും. ഒരു 260 മേളിലോ 248 ആണ് എന്റെ ട്രേഡിംഗ് ലൈന്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാനൊരു ട്രേഡ് കഴിഞ്ഞു, സ്കാൽപ്പ് ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാഭം കിട്ടി എന്നുള്ളത് കൊണ്ട് അടുത്ത ട്രേഡിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രൈസിൽ എടുക്കണ്ട, കുറച്ചുകൂടെ നല്ലൊരു പ്രൈസ് വന്നിട്ട് നിങ്ങൾ അത് എടുത്തോ. അത് മാത്രമല്ല താഴെ ക്ലോസിംഗ് വരട്ടെ, കുറച്ചുകൂടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ താഴെ ക്ലോസിംഗ് കിട്ടിയിട്ട് നിങ്ങൾ എടുത്തോ. ഒരു 400 താഴേക്ക് അത്യാവശ്യം കയറി പോവായിരിക്കും. ട്രേഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ്പയറി ആയതുകൊണ്ട് ഫോമോ എഫക്റ്റിൽ പോയി ട്രേഡ് ചെയ്യേണ്ട, സൂക്ഷിച്ച് ട്രേഡ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോ ഇതാണ് രാവിലത്തെ അനാലിസിസ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ട്രേഡേ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത ട്രേഡ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം. എല്ലാ മണിക്കൂറിലും ട്രേഡ് ചെയ്യുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. ഫസ്റ്റ് മോർണിംഗ് സെഷനിൽ എക്സ്പയറി ഡേയിൽ ഒരു ട്രേഡ് കഴിഞ്ഞു. ഇനി അടുത്തൊരെണ്ണം കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രേഡ് കൂടെ എടുക്കും. അതൊരു ഹീറോ ഒന്നും അല്ല, അതിന് വ്യക്തമായിട്ടുള്ള റീസൺ കാണും. ഓക്കെ, ആരുടെടുത്തെങ്കിലും പൊസിഷൻ ഉണ്ടോ? പൊസിഷൻ ആരും എടുക്കരുത്. കുറച്ചുകൂടെ ഇപ്പൊ ഈ നടക്കുന്ന ക്യാൻഡലിന്റെ ഹൈന് മേളിൽ 260 മേളിൽ വേണമെങ്കിൽ ആ ട്രേഡിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചെടുക്കാം. വറിയിങ് ഫാക്ടർ ഒന്നും ഞാൻ അവിടെ കാണുന്നില്ല. ഓൺലി റിലയൻസ് 2940 മേളിൽ കയറി പോകുന്ന കാരണം നിഫ്റ്റി വീഴുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്കകത്ത് ഫീല് ചെയ്യുന്നുള്ളൂ. വേറെ എത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഇനി ഒരുപാട് സെഷൻ നീട്ടിക്കൊണ്ടുപോയാൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ ഓഡിയോയിൽ എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ആ പ്രീമിയം നോക്കി വെച്ചോ, ഞാൻ കയറുന്നില്ല. ഒരു ട്രേഡ് കഴിഞ്ഞു, അടുത്ത ട്രേഡ് നിങ്ങൾ ഒരു 260 264 എബോ നോക്കിക്കോ. 300 ഫസ്റ്റ് ടാർഗറ്റ്, 340 സെക്കൻഡ് ടാർഗറ്റ്, 380 റേഞ്ച് തേർഡ് ടാർഗറ്റ് ആണ്. അത്രയൊന്നും കടുപ്പിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് ചിലപ്പോൾ കിട്ടും. പെട്ടെന്ന് ഒറ്റ സിംഗിൾ ക്യാൻഡിൽ 400 ഒക്കെ പോയി അടിക്കുവാണെങ്കിൽ ഒഴിവാക്കിക്കും. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഞാൻ എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ട്രേഡ് ട്രിഗർ ആകുന്നുണ്ട്, പ്രീമിയം കയറുന്നു, പക്ഷെ ഈ പൊസിഷന്റെ താഴെ വരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എടുക്കുമായിരുന്നു, പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ലൈവിൽ നിന്ന് ഇനി ഇതിന്റെ അനാലിസിസ് കാണിക്കണമെന്ന് നിർബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. 10 മണിക്ക് ശേഷം ഞാൻ നെക്സ്റ്റ് ബാച്ചിലത്തേക്കുള്ള സെഷൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കേറിയില്ല. 267 5 ഇനി ചാടി കയറണ്ട കേട്ടോ. വേണമെങ്കിൽ എടുക്കാം. ഒരു ലോട്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കുഴപ്പമൊന്നുമില്ല. ട്രേഡ് കയറി പോകുന്നുണ്ട്. 278 ഓൾമോസ്റ്റ് 244 കിട്ടില്ലെങ്കിൽ 260 റേഞ്ചിൽ കിട്ടിയ ഒരാൾക്കാണെങ്കിൽ 280 റേഞ്ച് ഓൾമോസ്റ്റ് വന്നു. പക്ഷെ ആക്ച്വലി വീഴുന്നിട്ടില്ല ഇതുവരെ. മാർക്കറ്റ് യഥാർത്ഥ വീഴ്ച എന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഇതൊക്കെ ട്രേഡ് ചെയ്ത് വെറുതെ ചെറിയൊരു ട്രേഡ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ.
യഥാർത്ഥ വീഴ്ച വരാൻ കിടക്കുന്നതേ ഉള്ളൂ. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഓൾറെഡി നമ്മൾ മറ്റേതിൽ എന്ത് കിട്ടിയെന്ന് അറിയാമോ? 160 ബൗൺസ് ചെയ്തത് ഓൾമോസ്റ്റ് 300 ഹിറ്റ് ചെയ്തു. 140 പോയിന്റ്. 140 വേണ്ട, നമ്മൾ 178 മേളിൽ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. 183 മേളിലുണ്ടായിരുന്നു. 208 മേളിലുണ്ടായിരുന്നു. 208 ആണെങ്കിൽ പോലും നമ്മൾ 94 പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 92 പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 90 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ 90 എടുക്കണ്ട, നമുക്ക് അതിനകത്ത് നിന്ന് 30-40 പോയിന്റ് എടുത്താൽ പോലും ബെസ്റ്റ് ട്രേഡാണ് അങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. എക്സ്പയറിയിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഓക്കെ. സ്റ്റിൽ ഇതിനകത്ത് ശ്രദ്ധിച്ച് വേണമെങ്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ലെവലിന് താഴെ ക്ലോസിംഗ് കിട്ടണം. ഈ ഒരു ഇതിന്റെ മേളില് സാറിന് ഇവിടെയൊക്കെ ഞാൻ അഗ്രസീവ് ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. 265 എടുത്തിട്ട് ഇതിന്റെ SL ഞാൻ ഇതിന്റെ ലോ ഒക്കെ കീപ്പ് ചെയ്യാറുണ്ട്. 256 ലോ ഒക്കെ എടുക്കാറുണ്ട്. ഓൾമോസ്റ്റ് 296 ഒക്കെ ആയിരിക്കും ടാർഗറ്റ് ഒക്കെ. 1:6 റിസ്ക് റിവാർഡ് ഒക്കെ ആയിരിക്കും അവിടെ വരിക. ചിലപ്പോൾ SL അടിക്കും, ഒറ്റ അടിക്കുക തന്നെ പെട്ടെന്ന് തന്നത് SL അടിച്ചിട്ട് പോകും. ഈ ഒരു ട്രേഡ് വെറുതെ കാണിച്ചു തരാം. ഇത് ചിലപ്പോൾ SL അടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. അത് വെറുതെ നമ്മൾ തമാശക്ക് ട്രേഡ് ചെയ്യുന്നത്. തമാശക്കെന്ന് ഞാൻ പറയില്ല, അത് അതിനൊരു അത് വേറൊരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്റ്റൈലാണ്. അതിന് വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതിനകത്ത് അത് വർക്ക് ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ കഴിയണം. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇതിന്റെ എൻട്രി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 268 ആണ് ഇതിന്റെ ബൈങ് പ്രൈസ് ആയിട്ട് എടുക്കുക. ഞാൻ പേഴ്സണലി എടുക്കില്ല, ഇപ്പൊ എടുക്കുന്നില്ല. എന്നാലും ഈ ഒരു ട്രേഡ് 268 വന്നു കഴിഞ്ഞാൽ അതേ പോകുന്നുണ്ട്. ഒരു കാര്യമില്ല, നമുക്കിട്ടൊരു ട്രാപ്പിംഗ് പണി തന്നെയാണ് ഈ ഒരു സംഭവം. ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡില് ഈ ഹാൻഡിൽ വന്ന് ഹിറ്റ് ചെയ്ത് ഒരു കുറച്ച് സമയത്തേക്ക് ആൾക്കാർ കുറെ പേരുടെ SL വെറുതെ ഒന്ന് ഹണ്ട് ചെയ്താണ്. SL ഹണ്ടിങ് എന്താണെന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? ആ SL ഹണ്ടിങ് ആണ് അവിടെ നടന്നത്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല, SL ഹണ്ടിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊന്ന് ചെറുതായിട്ട് വന്നു. എക്സ്പയറിയില് SL ഹണ്ട് എന്ന് പറയുന്നത് വളരെ നോർമലാണ്. എക്സ്പയറിയില് നമ്മളെല്ലാരും ഒന്ന് ചെറുതായിട്ട് ടെൻഷൻ ആവുന്ന സ്ഥലം, ബൈയിങ് ഓർഡേഴ്സ് കൂടുതൽ വരുന്ന സ്ഥലത്ത് സെല്ലിങ് ഈ ഒരു പൊസിഷനിൽ പെട്ടെന്നൊരു താഴ്ച വരുന്നത് സ്വാഭാവികം. സോ അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ. അതൊരു ഹണ്ടായിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഈ ഹണ്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതിനെ നോക്കൂ. ഈ ഒരു പ്രൈസിന്റെ മേളില് ഇത് പെട്ടെന്നൊരു ട്രേഡ് ആയിരിക്കും. വളരെ പെട്ടെന്നൊരു ട്രേഡ് വന്ന് കയറി പോവാം. നിങ്ങളിത് നിങ്ങളുടെ അനാലിസിസിന് വേണ്ടിയിട്ട് വെച്ചോ. ഞാൻ ഇറങ്ങുവാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡ് ഇനി ട്രിഗർ ചെയ്ത് കിട്ടില്ല. നമ്മുടെ SL ഒന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡിന്റെ SL ഒന്നും പോയിട്ടില്ല. ആ ഒരു വലിയൊരു SL ഹാൻഡിലോട്ടൊന്നും പോയിട്ടില്ല. ജസ്റ്റ് മാർക്കറ്റ് സ്റ്റിൽ നമ്മൾ ഉദ്ദേശിച്ച പാത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ ഈ ഒരു കുഞ്ഞു സാധനം ഒന്നും വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യും, പെട്ടെന്ന് കിട്ടും. അത് ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ടാർഗറ്റ്. പെട്ടെന്ന് കയറി പോകും. സിംഗിൾ ക്യാൻഡലിൽ തന്നെ റോക്കറ്റ് പോലെ പ്രീമിയം കയറി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ട്രേഡാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് ഓവേഴ്സ് കാണിക്കാറുണ്ട് അല്ലെ? ഒരു 5-6 പോയിന്റ് SL കീപ്പ് ചെയ്തിട്ടുണ്ടാവും. 30, 50, 60 പോയിന്റ് പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡിനകത്ത് ട്രേഡ് ചെയ്ത് ഇറങ്ങി പോകുന്ന സ്കാൽപ്പിംഗ് സാധനമാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നത്. സോ അത് ട്രിഗർ ചെയ്ത് വരാനൊക്കെ കുറച്ച് സമയം എടുക്കും. ട്രിഗർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ടാർഗറ്റ്, പെട്ടെന്ന് കയറി പോകും. പക്ഷെ സിംഗിൾ ക്യാൻഡിൽ പ്രീമിയം പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും പ്രീമിയം കൊറോഡ് ചെയ്യും. തൽക്കാലം അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ആ പ്രൈസ് നിങ്ങൾ നോക്കി വെച്ച് 270 എബോവ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 50 പോയിന്റ് ഒക്കെ പെട്ടെന്ന് കയറി പോകും. അതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം ഞാൻ ഇവിടെ കാണിച്ചത്. അതിന് കുറെ സ്കില്ല് വേണം, കുറെ കാൽക്കുലേഷൻ പെട്ടെന്ന് വരണം, SL വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇതൊരു എൻട്രി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൈസിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു ട്രേഡ് വേണമെങ്കിൽ എടുത്തു വെച്ചോ. കാരണം അത് ഹെഡ് ചെയ്യാൻ പോവുകയാണ്. പോയി. ഓക്കെ. ഒരു SL ഹണ്ട് അല്ല, അവിടെ ഒരു പൊസിഷൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു പൊസിഷൻ വന്ന് ഇത് താഴോട്ട് പോകുന്നു എന്നുള്ളത് അത്യാവശ്യം തെറ്റാണ്. ഇനി വേണമെങ്കിൽ മറ്റേ ട്രേഡിനെ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നിങ്ങൾ കയറ്റിക്കും. ഇതാണ് ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 268. ഓക്കെ, വന്നോട്ടെ. ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ 256 വന്നില്ല, ക്ലോസിങ് വരുന്നില്ല. ഇവിടെ വീണം. ഓക്കെ, ഞാൻ ഈ സാധനം പതുക്കെ മാറ്റുവാണ്. ഇതിന്റെ ട്രേഡ് എന്ന് പറയുന്നത് 288. ഇത് നിങ്ങൾ നോക്കി വെച്ചു 288 എബോവ് വന്നു കഴിഞ്ഞാൽ
നമുക്കൊരു 280 ഇല്ലെങ്കിൽ 276 ഒരു 10 പോയിന്റ് എസ് എൽ കീപ്പ് ചെയ്തിട്ട് ഈ ട്രേഡ് കയറി പോകുന്നുണ്ടോ നിങ്ങൾ വേണമെങ്കിൽ നോക്കി വെച്ചോ. ചിലപ്പോൾ മോസ്റ്റ്ലി കയറി പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ എടുക്കത്തില്ല. ഈ പ്രീമിയത്തിനകത്ത് ഒരു മൊമെന്റം കാണുന്നില്ല. മൊമെന്റം കാണാത്ത പ്രീമിയത്തിനകത്ത് ഞാൻ ആ പറഞ്ഞ ട്രേഡ് വർക്ക് ചെയ്യത്തില്ല. മൊമെന്റം കാണാത്തതിന്റെ റീസൺ നമ്മളൊരു സപ്പോർട്ട് ലൈനിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. സപ്പോർട്ട് ലൈനിന് വിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഞാനപ്പോ എന്റെ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അത്യാവശ്യം 20 മിനിറ്റ്സിന് മേളിൽ പൊക്കാണ്. 35 മിനിറ്റ്സ്. ഓ മൈ ഗോഡ്. കുഴപ്പമില്ല. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു. മഞ്ജു ബുക്ക് ചെയ്തു, ഞാൻ ബുക്ക് ചെയ്തു. എനിക്കൊരു ഓൾമോസ്റ്റ് 76 പോയിന്റ്സ്, ഒരു ആവറേജ് ഒരു 60 പോയിന്റ് കിട്ടിക്കാണും. മഞ്ജുന് 44 പോയിന്റ്സ് കിട്ടി. നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. പൊസിഷൻ കഴിഞ്ഞു. ഇനി അടുത്ത അതിന്റെ പൊസിഷൻ വരണമെങ്കിൽ 272 എബോവ് ഇല്ലെങ്കിൽ 282 എബോവ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അതുവരെ ഈ ഒരു ലെവല് വിട്ട് വരാണ്ട് അതിനകത്ത് ട്രേഡ് കാണുന്നില്ല. സോ അതിന് മേളിൽ നിങ്ങളിട്ട് വാശി എടുക്കണ്ട. ഈ ലെവല് വിട്ട് വരട്ടെ. ഓൾമോസ്റ്റ് 380 ബിലോ നിങ്ങൾ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്താൽ മതി. കാരണം 400 തട്ടിയത് നിൽക്കുവാണ്. ഞാനും അതിനകത്ത് പൊസിഷൻ എടുത്തിട്ടില്ല. രണ്ടാമത്തെ പൊസിഷൻ ഇല്ല. ഇത് പിന്നീട് നിങ്ങൾ നോക്കി വെച്ചോ. വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഞാൻ എന്തായാലും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തില്ല. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. കാര്യമില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു റെക്ടാങ്കിൾ ബോക്സ് അങ്ങ് വരച്ചിട്ടുണ്ടോ ലാഭം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീമിയം കയറി വരുന്ന ഒരു 280 മേളിൽ വേറെ ഒന്നും എടുക്കുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ ഫൈൻ, നല്ലത്. കാരണം 11 മണിക്ക് ശേഷം പെട്ടെന്ന് ഈ പ്രീമിയം ഒക്കെ പെട്ടെന്ന് സീറോയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. സോ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നേക്കാം. ഇതെങ്ങനെ ചിലപ്പോൾ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കാൽക്കുലേഷനിൽ 50-60 പോയിന്റിന്റെ വ്യത്യാസമാണ് പ്രീമിയത്തിൽ വരാനുള്ളത്. അതായത് 230 നിന്ന് 50 പോയിന്റ് എന്ന് പറയുമ്പോൾ 160, 170 വരണതിന് പകരം ഈ പ്രീമിയം കണ്ണടച്ചു തുറക്കുമ്പോൾ 100, 120 പോകും. സോ അവിടെ നമ്മുടെ ഡെൽറ്റയോ തീറ്റയോ ഒന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. തീറ്റ എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. സോ ആ ലോജിക്ക് നമുക്ക് വർക്ക് ചെയ്യത്തില്ല. ഒരു ബിഗിനറിന് അത് ഡൈജസ്റ്റ് ആവത്തില്ല. എസ് എല്ലും വെക്കാൻ പറ്റത്തില്ല. വളരെ 30-35% ഒക്കെ എസ് എൽ കീപ്പ് ചെയ്യേണ്ടി വരും. അത് പണ്ട് നമ്മൾ 10% എസ് എൽ കീപ്പ് ചെയ്തെടുത്ത് എക്സ്പയറിൽ നമ്മൾ പോയി 30% എസ് എൽ കീപ്പ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാപ്പായി പോകും. അത്രേ ഉള്ളൂ. സോ ഈ പ്രീമിയം എങ്ങാനും പോയിട്ട് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഈ പ്രീമിയം ഓൾമോസ്റ്റ് 160 താഴെ പോകും. സോ ഇച്ചിരി ഒന്ന് കയറിയിട്ടുള്ളൂ അല്ലെ, ഒരു 40-50 പോയിന്റ് പ്രീമിയത്തിൽ കയറുമ്പോൾ സാധാരണ ഒരു പ്രീമിയത്തിനകത്ത് ഒരു 20-25 പോയിന്റ് ഡിഫറൻസ് വരുമെങ്കിൽ 240 നിൽക്കുന്നത് നമ്മുടെ കാൽക്കുലേഷനിൽ 230 220 വരണം. പക്ഷെ ഇത് നേരെ 180, 160 പോകും. സോ അതിനകത്ത് ലോജിക്ക് ഇല്ലാത്തൊരു രീതിക്ക് ട്രേഡ് പോകും. എക്സ്പയറി എങ്ങനെയാണ്, ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ സെഷൻ വീഡിയോ അടുത്ത ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. 40 മിനിറ്റ്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഓപ്ഷൻസിന്റെ വളരെ വളരെ ബേസിക്സ് ആയിട്ടുള്ള ഒരു 1-2 പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെയാണ് ട്രേഡിംഗ് എന്ന് വിചാരിക്കുന്നത്. ഒരുപാട് കാൽക്കുലേഷൻസ് മനസ്സിനകത്ത് ഓടുന്നുണ്ടാവും. അത് ഫുള്ളി പറഞ്ഞു തന്നോണ്ടിരുന്ന് തീരത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. സോ ആലോചിച്ച് ട്രേഡ് ചെയ്യുക. ഇതിന് അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം. ഈ ഒരു ട്രേഡ് എസ് എൽ അടിച്ചാൽ പോലും മിണ്ടാതിരിക്കാൻ പറ്റണം. അല്ലാണ്ട് ഓവർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായി പോകും. പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ ഓവർ ട്രേഡ് ചെയ്ത ഒരു മനുഷ്യനും ക്യാപിറ്റൽ വെളിയിൽ കൊണ്ടുപോയിട്ടില്ല. സോ നല്ല ട്രേഡ് കാണുമ്പോൾ ഒന്ന് എടുത്തു. നമ്മൾ എല്ലാവരും എടുത്തു അല്ലെ ഗ്രൂപ്പിനകത്ത്. നമ്മൾ 160 കണ്ടിട്ടും നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. 180 കണ്ടിട്ടും വെയിറ്റ് ചെയ്തു. 200 കണ്ടിട്ടാണ് പിന്നെ എടുത്തത്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഇതിലും നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. 250, 270 ഒക്കെ ഒന്ന് വിട്ടിട്ട് കുറച്ചുകൂടെ മേളിൽ കിട്ടി നല്ലൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ക്ലോസ് ഇതിന് താഴെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിൻ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വെറുതെ സൈഡ് വൈസ് പോയാൽ നിങ്ങൾ ലൂസ് ചെയ്യും. റൈറ്റ്? ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പ്രീമിയം തന്നെ നോക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇൻ ദ മണിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ആവും. നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ. എന്തെങ്കിലും ഉണ്ടോ അഖിൽ, പ്രസാദ്, അർജുൻ? IPO ആക്ച്വലി അതൊരു എന്താണ്, ഒരു മദ്യത്തിന്റെ കമ്പനിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ IPO IPOയില് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ഞാൻ ഒരുപാട് അങ്ങനെ ഡെപ്തിൽ നോക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാലും എനിക്ക് അങ്ങനെ ഒരു കമ്പനിയോട് എനിക്ക് വലിയ താല്പര്യം പോരാ. കാരണം 1600 കമ്പനി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മക്ഡോവൽസ്, ITC, ഈ ഒരു സ്റ്റോക്സ്, ഇങ്ങനെ 1-2 സ്റ്റോക്സ് ഉണ്ട്. ആ സ്റ്റോക്സിനകത്ത് ഞാൻ മാക്സിമം ട്രേഡ് ചെയ്യാറില്ല. അത്
റിലീജിയസ് ആയിട്ടുള്ളത് കൊണ്ടൊന്നുമല്ല, എനിക്ക് അതിന്റെ ബിസിനസ് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ ചിലര് ബിസിനസ് റിലീജിയസ് ആയിട്ടും ഇതിനെ എടുക്കാറുണ്ട്. ഞാൻ പേഴ്സണലി അത്രയും റിലീജിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. എടുക്കാറുണ്ട്, മാന്യമായിട്ട് എടുക്കാറുണ്ട്. എക്സ്ട്രീംലി ഞാൻ അതിന്റെ പിന്നീന്ന് പോകാറില്ല. പക്ഷെ ഇതിന്റെ ബിസിനസ് മോഡൽ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അതിന്റെ പറയുന്ന അഡിക്റ്റഡ് ആണ് എന്ന് കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു സാധനമായിട്ട് എനിക്ക് അത്ര താല്പര്യമുള്ള പരിപാടിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല. നിങ്ങളും മാക്സിമം അങ്ങനെ കുറച്ച് എത്തിക്സ് നോക്കുന്നത് നല്ലതാണ്. എന്നാലും ഞാൻ അതിന്റെ അനാലിസിസ് പറഞ്ഞുതരാം. അത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അതുപോലത്തെ സ്റ്റോക്സിനകത്ത് ഒരു 40% മേളിൽ GMP കിട്ടാണ്ട് ഏത് സ്റ്റോക്കിലാണെങ്കിലും 40% മൂന്നാമത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്യുക. മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് ശേഷം ഒരു GMP അറൌണ്ട് 40+ ആണ് കാണിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് അതിനകത്ത് നമുക്ക് ഇടാം. 30ക്ക് താഴെയാണ് കാണിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ അവോയ്ഡ് ചെയ്തേക്കാം. ഇത് തന്നെയാണ് സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ ഫണ്ടമെന്റൽസും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും പോയി ഞാനും യൂട്യൂബിനകത്ത് നിന്നൊക്കെ തന്നെയാണ് ഇതിനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. കാരണം എല്ലാത്തിനും നമ്മുടെ ഓൺ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. വേറൊരാളുടെ ബ്രെയിൻ നമ്മൾ അവിടെ യൂസ് ചെയ്യാം. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ ബ്രെയിൻ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് നമ്മൾ ഹിഡൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ. അതേ സാധനം തന്നെയാണ് നമുക്ക് യൂട്യൂബില് നമുക്ക് വേണ്ടിയിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളൊരു വ്യൂവും ലൈക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പിയാണ്, നമ്മളും ആ ഡേറ്റ എടുത്ത് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. വെറുതെ യൂട്യൂബിൽ കയറിയിട്ട് മൂന്നാമത്തെ ദിവസം പോയിട്ട് ഒരു 3-4 IPOയുടെ ഒരു റിവ്യൂ എടുത്ത് നോക്കി നോക്കുക, കൊള്ളാം എന്ന് ഫീൽ ചെയ്യുന്നത്. GMP ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഫണ്ടമെന്റൽസ് അവർ GMP മാത്രം പറഞ്ഞ് തീർക്കത്തില്ല, ഫണ്ടമെന്റൽസ് കൂടെ പറയാറുണ്ട്. ആ ഫണ്ടമെന്റൽസ് കൂടെ പറയുമ്പോൾ അത് ഓക്കെ ആണെന്ന് അവർ തന്നെ ഒരു ബേസിക് ഐഡിയ, അവര് കംപ്ലീറ്റ്ലി 100% പറയത്തില്ല, എന്നാലും ഒരു വേഗ് ഐഡിയ അവർ പറഞ്ഞു തരണം. അതൊന്ന് കേട്ടിട്ട് ഒരു 3 വീഡിയോ കാണുമ്പോഴേക്കും നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. GMP അറൌണ്ട് 40+ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ആ IPOയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു 2000 കോടി രൂപയ്ക്ക് മേളിലുള്ള IPO ആയിരിക്കാൻ ഏറ്റവും നല്ലത്. ഒരു 300 കോടി രൂപയ്ക്ക് 500 കോടി രൂപയ്ക്കുള്ള IPO, സ്മോൾ ക്യാപ്പ് കമ്പനിയുടെ IPO, ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മിഡ് ക്യാപ്പ് കമ്പനി ഒരു 1000 കോടി 1000 കോടി രൂപയ്ക്ക് മേളിലാണ് IPO ഇടുന്നതെങ്കിൽ അതിനകത്ത് പോയി അതും 40% IPO GMP ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഫൈൻ, ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മുടെ മറ്റേ പ്രീമിയം ഹൈക്ക് കിട്ടുന്നില്ല, ആ പ്രീമിയം താഴോട്ട് വീണ്ടും പോവുകയാണ്. കാരണം ഈ ഒരു ലൈൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണല്ലോ. നമ്മൾ എന്തുകൊണ്ട് രണ്ടാമത്തെ ട്രേഡിൽ റിസ്ക് ഉണ്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞ് ഇത് പോകുന്നുണ്ടോ? ഒരു കാര്യമില്ല. അതിനകത്ത് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നിൽപ്പുണ്ട്. അതിനകത്ത് മാർക്കറ്റ് ട്രെൻഡ് മാറിയിട്ടൊന്നുമില്ല, ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിനൊന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ അവരോട് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ലെറ്റ് ഇറ്റ് ഗോ. അത് വേണ്ട. അതിന് താഴെ നമുക്ക് ഈ ഒരു പൊസിഷന് താഴെ ക്ലോസിംഗ് കിട്ടും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു 360 താഴേക്ക് പോയിട്ട് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി, റൈറ്റ്? ആ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. അപ്പോ വെയിറ്റ് ചെയ്തു. നമുക്ക് ട്രേഡർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഓ, വെയിറ്റ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടും. ഇതിന് താഴോട്ടാണെങ്കിൽ ലോങ് ട്രേഡ് കിട്ടും. ഫൈൻ, ഒരു കാര്യമില്ലാണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ട്രേഡ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു. ഇനി അടുത്ത ട്രേഡ് ലൈവ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ ലൈവ് വീഡിയോ ഞാൻ എന്തായാലും തൽക്കാലം ബാച്ച് 8-ലുള്ളവർക്ക് കൊടുക്കാം. കാരണം ലൈവില് ഓൾറെഡി ട്രേഡ് നടന്നുപോയി. കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ ഈ വീഡിയോ കൊടുത്തോളാം. അടുത്ത സെഷൻ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോ ബാച്ച് 8-ന്റെ ക്ലാസ് വൈകുന്നേരം ക്ലാസ് ഉണ്ട്, അതിന് സംസാരിക്കാം. വേറൊന്നുമില്ല. ഓക്കെ, ഓൾമോസ്റ്റ് ഇത്രയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് സെഷൻ വൈൻഡപ്പ് ചെയ്യണേ. ടേക്ക് കെയർ.